എല്ലാവരും ബിയോണ്ട് വിത്ത് അഭിന സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കൂ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, നമുക്കിന്നൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാം. എങ്ങനെയുണ്ട്? നല്ല സുന്ദരിയായിട്ടില്ലേ? കുറച്ച് ഫിൽറ്ററൊക്കെ ആവാല്ലേ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിൽ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ പ്ലാൻ ഇട്ടു. അന്ന് ഞാൻ നോമ്പുറക്കെ പരിചയപ്പെടുത്തി തന്നില്ല വഹാബ്ക്കയുടെ രണ്ടാമത്തെ മോളായ കുക്കൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അറബിയിലുള്ള വഹാബ്ക്കയുടെ സ്വന്തം ഹോട്ടലായ ബിഗ് ബക്കി വെച്ചായിരുന്നു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ഗസ്റ്റുകൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെന്നപാടെ ഞങ്ങളുടെ പരിപാടിയായിട്ടുള്ള വാചകടിയിൽ മുഴുകിയിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പം കേക്ക് കട്ടിങ്ങും തുടങ്ങി. ഇതാണ് കുക്കു. ആദ്യമേ കുക്കു കേക്ക് കട്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായി. അങ്ങനെ അവൾ സ്വന്തമായിട്ട് കഴിച്ചതിന് ശേഷം പിന്നീട് അവളുടെ ഉമ്മയെ മുർഷിത്തയ്ക്ക് കൊടുത്തു. ഇതാണ് മുർഷിത്ത ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊരു സ്റ്റുഡൻ്റ് ആണ്. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഇട്ടാണായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോ പ്ലേറ്റിൽ കേക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഷെയറാക്കി കഴിക്കാൻ തുടങ്ങി. ഞാനതിൻ്റെ ഇടയ്ക്ക് എൻഫാസിൻ്റെ പ്ലേറ്റിലും കൈയിട്ട് വാരി. അതിനുശേഷം പിന്നെ ഞങ്ങൾ സംസാരത്തിൽ മുഴുകി. അപ്പോഴേക്ക് ഞങ്ങൾക്ക് ബിഗ് ബൈ സ്പെഷ്യൽ ദം ബിരിയാണിയും റൈത്തയും ഒണിയൻ അച്ചാറും വന്നു. അച്ചാർ നല്ല എരിവുണ്ടായിരുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴേക്ക് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും സംസാരത്തിൽ മുങ്ങി. ഞങ്ങൾ എവിടെ കൂടിയാലും സംസാരം വിട്ടൊരു കളിയില്ല. പിന്നെ ഞങ്ങൾ ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ചിൽ ഏർപ്പെട്ടു. അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി. അടുത്തുള്ള വീടുള്ളവരെല്ലാം നടന്നുപോയി. ബാക്കി ഞങ്ങളെല്ലാവരും ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ആക്കി. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഈ അപ്പച്ചൻ ഞങ്ങളുടെ അടുത്തൊന്ന് എന്താടൊക്കെയോ പറഞ്ഞു. പുള്ളി കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ടാക്സിയും വന്നു. ഞങ്ങൾ വീട്ടിലേക്കും പോയി. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.